ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി 2 രീതിയിലുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെ വേണേലും നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിൻ്റേതായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പലർക്കുമുള്ള കൺഫ്യൂഷനാണ് തേങ്ങ കൂടിപ്പോയാൽ നെയ്യപ്പം ശരിയാകുന്നില്ല എന്നൊക്കെ. അപ്പോൾ നമുക്ക് 2 രീതിയിലും തേങ്ങ കൂടുതൽ ചേർത്തിട്ടും തേങ്ങ കുറച്ച് ചേർത്തിട്ടുമുള്ള നെയ്യപ്പമൊക്കെ നോക്കാം. അതുപോലെ അതിൻ്റെ ടെക്സ്ചറിലും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ചോറ് കൂടുതൽ ചേർത്തിട്ടുള്ള നെയ്യപ്പം തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. 200 ഗ്രാം ശർക്കരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 250 ഗ്രാം ശർക്കര വരെ എടുക്കാം. ഞാൻ 200 ഗ്രാമാണ് എടുത്തിട്ടുള്ള പാകത്തിനുള്ള മധുരമാണ്. എത്ര ശർക്കര എടുക്കുന്നുണ്ടെങ്കിലും 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് പച്ചരിയാണ്. 1.5 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മെഷർമെൻറ്റ് കപ്പിൽ തന്നെയാണ് എല്ലാം ഞാൻ എടുക്കുന്നുള്ളത്. വടിച്ചിട്ട് എടുത്താൽ മതി. എന്നിട്ട് ഇത് കുതിർത്ത് വെച്ച ശേഷം അരമണിക്കൂറൊക്കെ കുതിർത്ത് വെച്ചിട്ട് കഴുകിയെടുത്ത് വെള്ളം ഒന്ന് ഊറ്റിയെടുക്കുക. ഒരു സ്ട്രെയിനറിലിട്ടിട്ട് അരമണിക്കൂറൊക്കെ വെള്ളം നല്ലോണം ഒന്ന് ഊറ്റിയെടുത്തിട്ട് വേണം ഇത് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ മാവ് ലൂസായി പോകും. അരമണിക്കൂറൊക്കെ എന്തായാലും ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് പുഴുക്കലരി ചോറാണ്. പുഴുക്കലരി ചോറ് ചേർത്ത് കൊടുക്കുന്ന 1.25 കപ്പ് ചോറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്ന. 1 കപ്പും പിന്നെ 1/4 കപ്പും വടിച്ചിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ 1/2 കപ്പാണ് ചേർക്കേണ്ടത് കേട്ടോ. 1.5 കപ്പ് പുഴുക്കലരി ചോറാണെങ്കിൽ തേങ്ങ 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1.25 കപ്പ് പുഴുക്കലരി ചോറും അതുപോലെ 3/4 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം വടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ മെഷർമെൻറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടായാൽ ശരിയാവില്ല കേട്ടോ. നമ്മൾ ചോറ് കൂടുതൽ ചേർക്കുന്നതിനനുസരിച്ച് തേങ്ങയുടെ അളവും കറക്റ്റായിരിക്കണം. 1.25 കപ്പ് ചോറും 3/4 കപ്പ് തേങ്ങയും എന്ന രീതിയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1.5 കപ്പ് ചോറാണെങ്കിൽ 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഞങ്ങൾ മുമ്പൊക്കെ എൻ്റെ തറവാട്ടിലൊക്കെ ചെയ്യുമ്പോൾ തേങ്ങ കുറച്ചാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. അങ്ങനെയും ചെയ്യാം കേട്ടോ. തേങ്ങ കുറച്ച് ചേർത്തിട്ട് ചോറ് കൂടുതൽ ആ ഒരു രീതിയിൽ എടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 ഏലക്ക ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് അരക്കാൻ നമ്മൾ ശർക്കര പാനി ചേർത്തിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത്. 1 കപ്പ് ശർക്കര പാനിയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ശർക്കര പാനി 1 കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് നോർമൽ വെള്ളം ചേർത്തിട്ട് 1 കപ്പ് ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ 1 കപ്പ് ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് സാദാ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് സാദാ വെള്ളം ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ 1.25 കപ്പാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണക്ക്. ശർക്കര പാനിയും സാദാ വെള്ളവും കൂടെ ചേർത്തിട്ട് 1.25 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. പിന്നെ തേങ്ങ കൂടുതൽ ചേർത്തതും തേങ്ങ കുറവ് ചേർത്തിട്ടുള്ള നെയ്യപ്പം അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. പിന്നീട് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ടെക്സ്ചറും ടേസ്റ്റിലുമൊക്കെ വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് നല്ല പാകത്തിന് അരഞ്ഞ് കിട്ടിയിട്ടുമുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇഡലി മാവിൻ്റെ പരുവത്തിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തേങ്ങ കൂടുതൽ ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ കുറച്ച് വ്യത്യാസം വരും കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ ചേർക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിപ്പോൾ എനിക്ക് കുറച്ച് തിക്കായിട്ട് പോലെ തോന്നുന്നുണ്ട്. ഇഡലി മാവിൻ്റെ അത്രയും തിക്ക് വേണ്ട. അതിനേക്കാളും ഒരു പൊടിക്കാണ് ലൂസായിട്ട് വേണ്ടത്. ഒരുപാട് ലൂസല്ല കേട്ടോ. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട. നല്ലോണം തിക്കാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് കണ്ടില്ല, 1 ടേബിൾ സ്പൂൺ മാത്രമാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് 1 ടേബിൾ സ്പൂണാണ് കേട്ടോ. ഒട്ടും കൂടി പോകരുത് വെള്ളം. അപ്പോൾ വെള്ളത്തിൻ്റെ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ മനസ്സിലാക്കുക. ഒരുപാട് ലൂസല്ല. ഇഡലി മാവിൻ്റെ ആ ഒരു പരുവം ഏകദേശം ആ ഒരു പരുവം തന്നെയാണ്. ഒരു പൊടിക്ക് മാത്രമാണ് അതിനേക്കാളും ലൂസായിട്ട് വേണ്ടത്. അല്ലാതെ മൊത്തത്തിൽ നല്ലോണം ലൂസല്ല കേട്ടോ. മാവ് ലൂസായാലാണ് നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ മുകൾ ഭാഗം പൊട്ടി പോകുന്നത്. തേങ്ങ കൂടുതൽ ചേർക്കുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കുറക്കാം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ. ഇതിപ്പോൾ പാകത്തിനുള്ള കൺസിസ്റ്റൻസിയാണ്. ഇനി നമ്മളിത് അരമണിക്കൂറൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാവ് മാറ്റി വെക്കാം. വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം, കുഴപ്പമില്ല. മാറ്റി വെക്കുന്നതുകൊണ്ട് ഒന്നും കൂടെ നല്ലത് തന്നെയാണ്. ഇപ്പോൾ കണ്ടില്ല, നല്ല പാകത്തിനുള്ള പരുവം തന്നെയാണ്. അപ്പോൾ ഞാനിതൊരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ടാണിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് അരമണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് അരമണിക്കൂറൊക്കെ മാറ്റി വെച്ചിട്ട് മാവ് തിക്ക് പോലെ തോന്നുന്നുണ്ടെങ്കിൽ
വെള്ളമൊന്നും ചേർക്കണ്ട, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. വേണമെങ്കിൽ മാത്രം ഒരു ടീസ്പൂണ്, ഒരു ടേബിൾ സ്പൂണും അല്ല കേട്ടോ, ഒരു ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, മിക്സ് ചെയ്തെടുക്കുമ്പോൾ പാകത്തിനായിക്കോളും. ഇനി നമ്മൾ എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ ഇങ്ങനെയുള്ള കുഴിയുള്ള പാത്രം എടുക്കാൻ നോക്കാം കേട്ടോ, നെയ്യപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഇനി നമ്മളിതൊന്നും ചെയ്യണ്ട, ഇതന്നെ പൊങ്ങി വരും. ഇനി ഇത് പൊങ്ങി വന്ന ശേഷം മുകൾ ഭാഗത്തേക്ക് കുറച്ച് ചൂട് ഈ ഒരു എണ്ണ തന്നെ ഇങ്ങനെ മുകൾ ഭാഗത്തേക്ക് തൂക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതന്നെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇതിൻ്റെ പെട്ടെന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട്, മുകൾ ഭാഗം പെട്ടെന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഇതുപോലെ തൂക്കി കൊടുത്താൽ മതി. എന്നിട്ട് മറ്റേ സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഉൾഭാഗം വേഗില്ല. പെട്ടെന്ന് പുറം ഭാഗം വെന്ത് കിട്ടും, പക്ഷേ ഉൾഭാഗം വേഗില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി മറ്റേ സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, രണ്ട് സൈഡും ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ടുള്ള നെയ്യപ്പമാണ്, നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഞാൻ ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഓരോന്നും നമ്മൾ ചുട്ടെടുത്താൽ മതി. ഇത് കാസർഗോഡ് ചെയ്യാറുള്ള നെയ്യപ്പമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. മുമ്പ് വേറൊരു രീതിയിലും പല രീതിയിലും ഞാൻ നെയ്യപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു നെയ്യപ്പം കൂടി ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള നെയ്യപ്പം തന്നെയാണ്. അതുപോലെ കാസർഗോഡൊന്ന് പുറത്ത് വേറൊരു രീതിയിൽ ഒരു ദിവസമൊക്കെ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് കുറച്ച് മൈദയൊക്കെ ചേർത്തിട്ടുള്ള ഒരു നെയ്യപ്പം ഉണ്ട്, അതും ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള നെയ്യപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് മാറ്റാം. ഈ ഒരു രീതിയിൽ ഓരോന്നും ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് തേങ്ങ കൂടുതൽ ചേർത്തിട്ടുള്ള നെയ്യപ്പം നോക്കാം, എന്നിട്ട് രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇനി ഉണ്ടാക്കി എടുക്കാനായിട്ട് ഇതിലോട്ട് എടുത്തിട്ടുള്ളത് ശർക്കര, സെയിം 200 ഗ്രാം ശർക്കര തന്നെയാണ്. ഇതും നമ്മൾ അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഇതിലോട്ടും അരി എടുക്കുന്നത് 1.5 കപ്പ് അരി വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം ശർക്കര മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 250 ഗ്രാം വരെ ശർക്കര എടുക്കാം. എന്നിട്ട് അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്ത് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പച്ചരി കുതിർത്ത് വെച്ച ശേഷം കഴുകിയെടുത്ത് വെള്ളമൊക്കെ നല്ലോണം വാർന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. അരമണിക്കൂറൊക്കെ ഒരു അരിപ്പയിലിട്ടിട്ട് വെള്ളം നല്ലോണം ഊറ്റിയെടുക്കുക. എന്നിട്ട് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവും. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചോറ്, പുഴുക്കലരി ചോറ് ഞാൻ ഇതിലോട്ട് 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 കപ്പ് തന്നെയാണ് കേട്ടോ തേങ്ങയും ചേർത്ത് കൊടുക്കുന്ന. നമുക്ക് 3/4 കപ്പ് ചോറും 1/4 കപ്പ് തേങ്ങയും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ രണ്ടും ഈക്വലായിട്ട് ഓരോ കപ്പ് വീതം എടുത്തിട്ടുണ്ട്. കപ്പിൽ നിറച്ചല്ല വടിച്ചിട്ട് എന്ന രീതിയിൽ തന്നെ എടുത്താൽ മതി. 1 കപ്പ് ചോറും 1 കപ്പ് തേങ്ങയും. പിന്നെ ശർക്കരപ്പാനി ഇതും 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കരപ്പാനി 1 കപ്പ് കിട്ടിയിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ വെള്ളം ചേർത്താൽ മതി. അതുപോലെ 1/4 കപ്പ് സാദാ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും ഒരിച്ചിരി ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കാട്ടോ. നമ്മൾ ചോറ് കൂടുതൽ ചേർക്കുന്നതും തേങ്ങ കൂടുതൽ ചേർക്കുന്നതും മാവിൻ്റെ കാണുമ്പോൾ തന്നെ മാവിൽ ഡിഫറൻസ് ഉണ്ടാവും. അതുപോലെ ഈ ഒരു സമയത്ത് ഒട്ടും വെള്ളം ചേർക്കരുത്. നമ്മൾ നേരത്തെ ഈ ഒരു സമയത്ത് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിലോട്ട് ആവശ്യമില്ല. പാകത്തിനുള്ള ഇത് തന്നെയാണിത്. നമ്മൾ അരക്കുമ്പോൾ 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ ശർക്കരപ്പാനിയും കൂടെ ചേർന്നിട്ട് 1/4 കപ്പ് ആ ഒരു രീതിയിൽ തന്നെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നെങ്കിൽ വെക്കാം, ഒരുപാട് നേരം വെക്കണ്ട. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. എണ്ണ നല്ല ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് അരമണിക്കൂറൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നില്ല. വെക്കുന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നെങ്കിൽ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചുട്ടെടുത്താൽ മതി. നമ്മൾ നേരത്തെ ചുട്ടെടുത്ത പോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ മുകൾ ഭാഗത്തേക്ക് ചൂട് എണ്ണ ഇതുപോലെ ഇങ്ങനെ തൂക്കി കൊടുക്കുക. മറ്റേ സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ നെയ്യപ്പത്തിന് ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യുമ്പോൾ ഇത് കണ്ടില്ല, ഇതിൻ്റെ മുകൾ ഭാഗം ഒന്നും പൊട്ടി വന്നിട്ടൊന്നുമില്ല. ഒരുപാട് പേര് പറയാറുണ്ട് തേങ്ങ കൂടുതൽ ചേർത്താലും മുകൾ ഭാഗം പൊട്ടി വരുന്നുണ്ട് എന്ന്. ഞാനിത് തിരിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നെയ്യപ്പാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മാവ് ഒരിക്കലും ലൂസായി പോകരുത്. തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ മാവും കൂടെ ലൂസായി പോകുന്നുണ്ടെങ്കിൽ എന്തായാലും പൊട്ടിപ്പോവും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം കേട്ടോ. ഇതിപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മാറ്റാം. നല്ല
അടിപൊളിയായിട്ടുള്ള നെയ്യപ്പമാണ്. 2 നെയ്യപ്പവും ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ, തേങ്ങ കൂടുതൽ ചേർത്തിട്ടുള്ള നെയ്യപ്പം തന്നെയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാനിത് രണ്ടും ഞാൻ ഒരുമിച്ച് ഉണ്ടാക്കി കാണിച്ചത്. തേങ്ങ കൂടുതൽ ചേർത്തിട്ട് ചെയ്യുമ്പോൾ ശരിയാവുന്നില്ല. എന്താ ശരിയാവാത്ത? തേങ്ങ കൂടുതൽ ചേർത്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തോടെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. ഞാൻ മുമ്പ് തേങ്ങ കൂടുതൽ ചേർത്തിട്ടുള്ള ഒരു റെസിപ്പി കുറേ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചോറ് കൂടുതൽ ചേർത്തിട്ട് ഈ അടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനിപ്പോൾ നേരത്തെ കാണിച്ചത്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റാം. ഇതുപോലെ നമ്മൾ ഓരോന്നും ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. വീഡിയോ അങ്ങനെ ഫുള്ളായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചതാണ്. ഇത് പൊങ്ങി വരുന്നതും മറ്റേ സൈഡ് കുക്കായി വരുന്നതൊക്കെ അങ്ങനെ കട്ട് ചെയ്യാതെ എഡിറ്റ് ചെയ്ത് വെക്കാതെ നിങ്ങൾക്ക് കാണിച്ചതാണ്. നിങ്ങൾക്കും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് 2 സൈഡും. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി. ഒരെണ്ണം കൂടെ ഞാൻ ചുട്ടെടുത്ത് കാണിച്ചു തരാം, എന്നിട്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒരുപാട് രീതിയിലുള്ള നെയ്യപ്പം ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ല. ഒരുപാട് രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും അകത്തുള്ള ടെക്സ്ചർ അങ്ങനെ ഡിഫറൻസ് അങ്ങനെ ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. അതിനിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ്, സുമിയാണ് പേര്, ഓളും കൂടെ ഡിസ്കസ് ചെയ്തപ്പോൾ ഓള് പറഞ്ഞപ്പോഴാണ് അകത്തുള്ള ടെക്സ്ചർ ഞാൻ മനസ്സിലാക്കിയത്. തേങ്ങ ചേർത്തിട്ടുള്ള നെയ്യപ്പവും തേങ്ങ കുറച്ച് ചേർത്തിട്ടുള്ള നെയ്യപ്പവും എന്ന രീതിയിലൊക്കെ അകത്തുള്ള ടെക്സ്ചർ നല്ല ഡിഫറൻസ് ഉണ്ട്. രണ്ടും കൂടെ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഒരുമിച്ച്. ഇതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. പിന്നെ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ എണ്ണയൊക്കെ ചൂടുണ്ടായിരിക്കണം. പിന്നീട് ഫ്ലെയിം കുറച്ചാൽ മതി. അപ്പോൾ ഒരുപാട് പേര് കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവാൻ പറ്റുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇത് നമുക്കിപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ മാറ്റാം. അപ്പോൾ ഇത് മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാം. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് സൈഡ് അടിഭാഗം ഒന്ന് നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ. ഓവറായിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണ്ട, പാകത്തിന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇത് നമുക്ക് മാറ്റാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നല്ല 2 സൈഡും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നെയ്യപ്പാണ് കേട്ടോ. ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി. ഇനി ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു തേങ്ങ ചേർത്തിട്ടുള്ള നെയ്യപ്പം തന്നെയാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. ടേസ്റ്റ് കൂടുതൽ ഇത് തന്നെയാണ് കേട്ടോ. ചോറ് കൂടുതൽ ചേർക്കുന്നതിനേക്കാളും തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ തന്നെ ആയിരിക്കില്ല ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഈ ഒരു നെയ്യപ്പം കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ആരെടുത്ത ടെക്സ്ചറില്ലേ, നമ്മൾ കൽത്തപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കിട്ടുന്ന അതുപോലെ ചെറുതായിട്ട് പക്കാന്നല്ല, ആരെടുത്ത ആ ഒരു ടെക്സ്ചറാണ് കേട്ടോ ഈ ഒരു നെയ്യപ്പത്തിൻ്റെ അകത്തുള്ളത്. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ. ആ ഒരു ടെക്സ്ചർ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്, ആരെടുത്ത ആ ഒരു ടെക്സ്ചർ. അതുപോലെ നമ്മൾ ചോറ് കൂടുതൽ ചേർത്തിട്ടുള്ള നെയ്യപ്പം, അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം തന്നെയാണ് ഈ ഒരു നെയ്യപ്പവും. അപ്പം ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഉരുണ്ട് കൂടിയ ഒരു ടെക്സ്ചറാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാട്ടെ നിങ്ങൾക്കിത് രണ്ടും മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പം അങ്ങനെ 2 രീതിയിലുള്ള ഡിഫറൻസ് നമുക്ക് ഈ 2 രീതിയിൽ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായത് അതും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്